ഹായ് അസ്സലാമലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കണേ തക്കാളി കൊണ്ട് വെളുത്തുള്ളി പച്ചമാങ്ങ കൊണ്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചട്ടി വെച്ചെടുത്തത് അടുപ്പാദ്യം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചമ്മന്തി. കുറേ ദിവസമായി കാണുന്ന വീഡിയോസൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പച്ചമാങ്ങ കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്താ നമ്മൾ ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കണ്ട് മൊരിഞ്ഞ് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പുളിയുള്ള മാങ്ങ എടുക്കേണ്ട, ഒരു 3 മാങ്ങ ഒക്കെ എടുത്താൽ മതി, ഒരു മീഡിയം പുളി. പിന്നെ എന്താ ഞാൻ 2 തക്കാളി എടുത്തിന്, അതിതാ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. പച്ചമാങ്ങയൊക്കെ ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ, കമഴ്ത്തി വെച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി, പച്ചമുളക് 3 പച്ചമുളക് എടുത്തിന്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചെടുത്ത് ഒരു സൈഡാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കേട്ടോ നിങ്ങളൊന്നും ഉണ്ടാക്കി. ഇത് ചോറുക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഇങ്ങനെ ദോശ ഒക്കെ ഉണ്ടാക്കൂലേ, ഉഴുന്ന് ദോശയൊക്കെ, അതിക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ഭാഗം അതിൻ്റെ ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഞാനിങ്ങനെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, നല്ല മാങ്ങ കിട്ടണ്ടേ ഉണ്ടാക്കാനേ. അപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ. പിന്നെ പറയണത് അതുകൊണ്ടാണ്, ടേസ്റ്റ് ഉണ്ടോണ്ടാണ്. പക്ഷേ പുളിയുള്ള മാങ്ങ എടുക്കരുത്, നല്ല പുളിയുള്ള മാങ്ങ തീരെ എടുക്കരുത്, മീഡിയം പുളിയുള്ള മാങ്ങ ഇട്ട് കേട്ടോ. ഇങ്ങനെ ഇത് എല്ലാ സൈഡും ഇങ്ങനെ ഒന്നാവുന്നതിനനുസരിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഓരോ സൈഡ് മറിച്ചിട്ടിട്ട് ഇത് ഞാൻ റെഡിയാക്കി എടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗമായി, അപ്പോൾ ഞാൻ അടുത്ത ഭാഗം മറിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഞാൻ ഏതായാലും വീഡിയോ ഇട്ടല്ലേ, നിങ്ങളൊരു ലൈക്കെങ്കിൽ തന്നാളി. പിന്നെ നിങ്ങളെല്ലാവരും ഫാമിലിക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ സംഭവം എന്താ, ഞാൻ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് ചൂടാറി വന്നതിന് ശേഷം ഈ തക്കാളിയുടെയും മാങ്ങയുടെയും തൊലിയൊക്കെ അല്ലേ, അത് രണ്ടിൻ്റെയും തൊലി മാറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ മാങ്ങൻ്റെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ള കഴമ്പ് മാത്രം എടുക്കണുള്ളൂ. തക്കാളിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് മിക്സി ജാറിലിട്ടിട്ടാണ് നമ്മളിത് അടിക്കണത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി നോക്കി. നമ്മൾ ചോറിനൊന്നും കൂട്ടാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാങ്ങയും തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ചടപടേച്ചിട്ട് സാധനം ഉണ്ടാക്കാം. ഇടിയാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഞാൻ എന്താ മിക്സി ജാറിക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ നമ്മൾ മുരിച്ചെടുത്ത അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കണ്ടേ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു ചെറിയ കഷ്ണം 1/4 കഷ്ണം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങളടുത്ത് ചപ്പുണ്ടെങ്കിൽ കുറച്ച് ചപ്പിട്ടോളി, എന്നിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സി ജാറിൽ അടിച്ചെടുക്കുകയാണ്. ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ പേസ്റ്റ് ആവണമെന്നില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം, പേസ്റ്റ് ആക്കണ്ട. ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് അടിച്ചെടുത്ത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴോ അടിപൊളിയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. നമ്മൾ വീഡിയോസിൽ കണ്ടപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഉഴുന്ന് ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അത് ചോറിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അടിപൊളിയാണ്. നിങ്ങൾ പിന്നെയും ഉണ്ടാക്കി നോക്കും. നെക്സ്റ്റ് വീഡിയോയുമായി വരാം. ബൈ. അസ്സലാമു അലൈക്കും.